السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്ര പഠന പരമ്പരയിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ തുടക്കം കുറിച്ചത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര വിവരണത്തിനാണ്. അവരുടെ മാതാവായി അറിയപ്പെടുന്ന മഹദിയായ പരിശുദ്ധയായ മറിയം ബീവി, അവരെ സംബന്ധിച്ച് സൂറത്തു മറിയമിലൂടെ അള്ളാഹു വിശദമായി പറഞ്ഞ കാര്യങ്ങളിലേക്ക് കഴിഞ്ഞയാഴ്ച നമ്മുടെ അവസരത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ പാതിവ്രത്യവും പരിശുദ്ധിയും, അവരുടെ മാതാവ് അവരെ പ്രസവിച്ചതിന്റെ ശേഷം അവർ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാരഥനായ പ്രവാചകന്റെ കീഴിൽ ശിക്ഷണത്തിൽ മസ്ജിദുൽ അഖ്സയിൽ വളർന്നു വന്നതും ശേഷം പിന്നീട് അവരുടെ ആ ജീവിതത്തിൽ ഉണ്ടായ ചില അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പിന്നീട് മഹദിയ മസ്ജിദുൽ അഖ്സയിൽ നിന്നും അല്പം ദൂരെയായി മാറി താമസിക്കുന്ന, അഥവാ ജനങ്ങളിൽ നിന്നെല്ലാം പ്രത്യേകമായ ഒരു മറയിട്ടുകൊണ്ട് അവർ താമസിച്ചിരുന്ന ഒരു കാലം. അതാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഫത്തഖദതു മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങുകയാണ്, ഫലമ്മ അറാദല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ, വലഹുൽ ഹിക്മത്തു വൽ ഹുജ്ജത്തുൽ ബാലിഗ, അല്ലാഹു എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അവനതിൽ വലിയ യുക്തി ഉണ്ടാകും, വലിയ രൂപത്തിലുള്ള തത്വങ്ങൾ ഉണ്ടാകും. അല്ലാഹു ഉദ്ദേശിക്കുകയാണ് അൻ യൂജദ മിൻഹാ അബ്ദഹു വ റസൂലുഹു ഈസ അലൈഹിസ്സലാം, മഹദിയായ മറിയമിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അല്ലാഹുവിന്റെ ദാസനും പ്രവാചകനുമാകാൻ പോകുന്ന ആ മഹാരഥനായ വ്യക്തിത്വത്തെ
അവരിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ച ഘട്ടത്തിൽ ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ, അവർ അവരുടെ ആളുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നുമൊക്കെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. അങ്ങനെ ഫത്തഖദതു മിൻ ദൂനിഹിം ഹിജാബൻ, അവരൊരു മറ സ്വീകരിക്കുകയാണ്. അതായത് ഇസ്തതറതു മിൻഹും വതവാറത്, മറ്റുള്ളവരിൽ നിന്നെല്ലാം മറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ് അവർ വളരെ കൃത്യമായി അവരുടെ ഇബാദത്തുകളിലും കാര്യങ്ങൾക്കും ഭംഗം വരാത്ത നിലക്ക് ഒറ്റക്കൊഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ആ സമയത്താണ് ഫതമസ്സല ലഹാ ബശറൻ സവിയ, ഫതമസ്സല ലഹാ ബശറൻ സവിയ, ആ സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ, ഫഅർസൽനാ ഇലൈഹാ, അന്നേരം അവരുടെ അടുത്തേക്ക് നാം അയച്ചു, റൂഹന, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ റൂഹിനെ അയച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. എങ്ങനെ? ഫതമസ്സല ലഹാ ബശറൻ സവിയ, ഫതമസ്സല ലഹാ, അവർക്ക് ആ ജിബ്രീൽ അലൈഹിസ്സലാം രൂപപ്പെട്ടത് എങ്ങനെയാണ്? ബശറൻ സവിയ, ശരിയായ പരിപൂർണനായ ഒരു മനുഷ്യനായ നിലക്ക്, പരിപൂർണനായ ഒരു മനുഷ്യ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അലാ സൂറത്തി ഇൻസാനിൻ താമ്മിൻ കാമിൽ, പൂർണ്ണനായ സുന്ദരനായ ഒരു മനുഷ്യ രൂപത്തിൽ മഹദിയുടെ അടുക്കൽ ആര് പ്രത്യക്ഷപ്പെടുകയാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പരാമർശം വന്നിടത്ത് റൂഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, വളരെ കൃത്യമായി തന്നെ നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. സൂറത്തു ശുഅറായിൽ 193 194 ആയത്തുകളിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിനെ സംബന്ധിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കൊടുത്തതിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞിടത്ത് ഇപ്രകാരം പറയുന്നു, നസല ബിഹിർ റൂഹുൽ അമീൻ, അതുകൊണ്ട് ഇറങ്ങിയതാരാണ്? അർ-റൂഹുൽ അമീൻ, അല്ലമീനായ വിശ്വസ്തനായ റൂഹാണ് ഇറങ്ങിയത്. അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്ക് അതാ വാഹിച്ച് തന്നത്, അത് ഓതിക്കേൾപ്പിച്ച് തന്നത് ജിബ്രീലാണ്. ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ മുന്നറിയിപ്പുകാരുടെ കൂട്ടത്തിൽ പെടുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റബ്ബ് ഖുർആൻ ഇറക്കി കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആ അല്ലമീനായ മലക്കിലൂടെയാണല്ലോ. അതിനെപ്പറ്റി അവിടെ റൂഹുൽ അമീൻ എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. അപ്പൊ റൂഹിനെ നാം അയച്ചു അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മറിയം ബീവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെയാണ്? അവരുടെ രൂപത്തിലല്ല, സാക്ഷാൽ രൂപത്തിലല്ല. ഫതമസ്സല ലഹാ ബശറൻ സവിയ, ഒരു പൂർണ്ണനായ മനുഷ്യന്റെ രൂപത്തിലായിക്കൊണ്ടാണ് അവരുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രൂപപ്പെട്ടു വരുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും സഹോദരന്മാരെയും മഹദിക്കറിയില്ലല്ലോ വന്ന വ്യക്തിത്വം ആരാണെന്ന്. ഇവിടെ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ അവരൊറ്റക്ക് വഴിഞ്ഞിരിക്കുന്ന സ്ഥലത്താണല്ലോ, ആരും അവിടെയില്ല, മറ്റുള്ളവരെ കാണാത്ത ഒഴിഞ്ഞ ഒരു പ്രത്യേകമായ സ്ഥലത്തിരുന്നവരെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ സമയത്ത് അവരുടെ മുമ്പിൽ ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യേകമായ പൂർണ്ണനായ ഒരു മനുഷ്യനെ കാണുമ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന പേടിയും ബേജാറും പറയേണ്ടതില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുകയാണ്, ഖാഫത്തുഹു വദന്നത് അന്നഹു യുരീദുഹാ അലാ നഫ്സിഹാ, ആ വന്നയാളെ കുറിച്ച് ബീവി ഭയപ്പെടുകയാണ്.
അവര് വിചാരിച്ചു തന്നെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്, തന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണ് എന്നവര് വിചാരിച്ചു, അവരൂഹിച്ചു. ഫഖാലത്ത്, ആ ധാരണയിൽ തന്നെ അവര് പേടിയോടുകൂടെ അതേ പ്രത്യേകമായി റബ്ബിനോട് തേടുകയാണ്. ഇന്നി അഊദു ബിക, ഇന്നി അഊദു ബിർറഹ്മാൻ. وقالت إني أعوذ بالرحمن إن كنت تقيا. ആ മഹദി പ്രാർത്ഥിക്കുകയാണ്, അവിടെ വെച്ച് പറയാണ് ഇന്നി അഊദു ബിർറഹ്മാനി, പരമകാരുണികനായ റഹ്മാനായ റബ്ബിൽ ഞാൻ കാവൽ ചോദിക്കുകയാണ്. റഹ്മാനായ റബ്ബിനോട് ഞാൻ ഇതാ അഭയം ചോദിക്കുകയാണ്. ഇൻ കുന്ത തഖിയാ, താങ്കൾ ഭക്തനായ ഒരാളാണെങ്കിൽ മാറിപ്പോകണം. ഭക്തനായ ഒരാളാണെങ്കിൽ എന്ന് എന്തിനാണ് അവരെ പറഞ്ഞത്? അള്ളാഹുവിനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അതവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻ കുന്ത തഖാഫുല്ലാഹ തസ്കീറുൻ ലഹു ബില്ലാഹ്, അതേ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ തഖ്വയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എന്തിനിവിടെ വന്നു? അരുത്, നിങ്ങൾ ഇവിടെ കാണാൻ പാടില്ലല്ലോ നിങ്ങളെ. ഞാനൊരു അന്യ സ്ത്രീയല്ലേ, നിങ്ങൾ എന്തിനിവിടെ കയറി വന്നു? പടച്ചവനെ പേടിക്കുന്നയാളാണെങ്കിൽ ഞാനിതാ റഹ്മാനായ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അവരെ അല്ലാഹുവിനെ കുറിച്ച് അവരെ വന്നയാള് ഭയപ്പെടുത്തുകയാണ്. ആരാണെന്നറിയില്ലല്ലോ. തഖ്വയുള്ളയാളാണെങ്കിൽ അയാളുടെ മനസ്സിൽ പേടി തോന്നും. ഇനി തഖ്വയില്ലാത്തയാളാണെങ്കിലും തഖ്വ കൊണ്ടുള്ള ഉത്ബോധനമാണത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒരു മനുഷ്യനോട് തിന്മക്കൊരുങ്ങി വരുന്നു എന്ന് നാം ധരിക്കുന്ന ഒരു മനുഷ്യനോട് തഖ്വ കൊണ്ടാണല്ലോ ഉപദേശിക്കേണ്ടത്. അയാളുടെ മനസ്സിൽ ഈമാനുണ്ടെങ്കിൽ അതയാളിൽ മാറ്റത്തിന് കാരണമാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ മഹദിയുടെ ഈ അഭിപ്രായ പ്രകടനം അതല്ലെങ്കിൽ അവർ ഈ സ്വീകരിച്ച ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ചില ഗുണപാഠങ്ങളുണ്ട്. ആ പേടിച്ചരണ്ട നിമിഷത്തിലും അവർക്ക് പ്രാർത്ഥിക്കാനുള്ളത്, കാവൽ ചോദിക്കാനുള്ളത് ഇന്നി അഊദു ബിർറഹ്മാൻ. അതെ, ഇപ്പൊ ആക്രമിക്കപ്പെടും, ഞാൻ പ്രയാസപ്പെടുത്തപ്പെടും എന്ന് തോന്നിയ പേടിച്ചരണ്ട അവസരത്തിലും ആ മഹദി അള്ളാഹുവിനോടാണ് കാവൽ ചോദിക്കുന്നത്, റബ്ബിനോടാണ് കാവൽ ചോദിക്കുന്നത്. ലോകത്തിന്റെ മുമ്പിൽ അതും പഠിപ്പിച്ചു തരികയാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും ശത്രുവിനെ ഭയപ്പെടുമ്പോഴും ഏത് ഘട്ടങ്ങളിലും അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അല്ലെങ്കിൽ അഊദു ബിർറഹ്മാൻ, റഹ്മാനായ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. റബ്ബിനോടല്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് കാവൽ ചോദിക്കാനും അഭയം തേടാനും മറ്റൊരു ശക്തിയുമില്ല. ഒരു ശക്തിക്കും നമ്മെ സന്നിഗ്ധ ഘട്ടത്തിൽ സഹായിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റബ്ബല്ലാത്തവരോട് അഭയം ചോദിക്കുന്ന, റബ്ബല്ലാത്തവരെ വിളിച്ച് തേടുന്ന, റബ്ബല്ലാത്തവരോട് രക്ഷയ്ക്ക് വേണ്ടി അഭയത്തിന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാം വിലക്കി. അത് ഗൗരവത്തോടെ മനുഷ്യന് എല്ലാ അർത്ഥത്തിലും അവനെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാൻ, ഒരു രക്ഷ നൽകാൻ റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ കഴിയൂല. അഊദു ബിർറഹ്മാൻ. മറിയം ബീവി അവര് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അവരെ വളർത്തിയുണ്ടാക്കിയ സക്കരിയ നബിയോടല്ല. അവര് ഹയാത്തിലുണ്ട്. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ പോയ മഹാരഥന്മാരായ ധാരാളക്കണക്കിന് അമ്പിയാക്കളുണ്ട്, അവരോടൊന്നുമല്ല. അഊദു ബിർറഹ്മാൻ, പരമകാരുണികനായ അഥവാ റഹ്മാനായ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇൻ കുന്ത തഖിയാ. രണ്ടാമത്തെ പാഠം അതാണ്. ഏതൊരു രൂപത്തിൽ ഒരു തിന്മയാണല്ലോ ഇവിടെ മഹദീപ തെറ്റിദ്ധരിക്കുന്നത്. അവർക്കറിയില്ലല്ലോ വന്നതാരാണെന്നും വന്ന ഉദ്ദേശം എന്താണെന്നും. അവർക്ക് ആ വന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർ വന്ന കാര്യം എന്താണെന്നും അറിയില്ല, എന്താണ് അവരുടെ വിശേഷമെന്നും അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കിരിക്കുന്ന ആ ഒരു മഹദിയുടെ സമീപത്തേക്ക് ഒരു പുരുഷൻ കയറി വരുമ്പോ സ്വാഭാവികമായും അവരുടെ മനസ്സ് ബേജാറാവുകയാണ്, വേദനപ്പെടുകയാണ്. റബ്ബിലേക്ക് കാവൽ ചോദിക്കുകയാണ്. വന്ന വ്യക്തിയോട് തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. നിങ്ങൾ പടച്ചവനെ പേടിക്കുന്ന ആളാണെങ്കിൽ, അല്ലാഹുവിനെ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. കണ്ടോ, തഖ്വ കൊണ്ടുള്ള ഉത്ബോധനം തഖ്വയുള്ള ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്നാണല്ലോ.
ഇസ്ലാമിക ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, ഗുഹയിൽ അകപ്പെട്ട മൂന്നാളുകൾ. ആ മൂന്നാളുകളുടെ അവര് വിശ്രമത്തിന് വേണ്ടി ഒരു ഗുഹയിൽ കയറിയപ്പോ ഗുഹാമുഖത്ത് വമ്പിച്ച പാറക്കല്ല് വന്ന് അടഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ പാറക്കല്ലവര് മൂന്നാളും കൂടെ ശക്തമായി ഉള്ളിൽ നിന്ന് തള്ളി നോക്കുമ്പോഴും അനങ്ങുന്നില്ല. അവരതിന്റെ ഉള്ളിൽ പെട്ടുപോയി. ആ അവസരത്തിൽ മൂന്നാളും ഒരു തീരുമാനമെടുത്തല്ലോ. അതെന്താ തീരുമാനം? നമ്മൾ ഓരോരുത്തരും റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്ത ആത്മാർത്ഥമായ നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിനോട് അത് എടുത്തു പറഞ്ഞുകൊണ്ട്, റബ്ബേ നിനക്ക് വേണ്ടിയാണത് ചെയ്തതെന്ന് റബ്ബിനോട് പറഞ്ഞിട്ട്, ആ കർമ്മത്തിന്റെ മഹത്വം റബ്ബേ നീ അത് സ്വീകരിച്ചതാണല്ലോ, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇഖ്ലാസ് നീ അറിഞ്ഞവനാണല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ അവർ തീരുമാനിച്ച ഒരു വിശാലമായ ഹദീസ്. ഞാൻ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും കടക്കുന്നില്ല. അതിൽ ഒരു വ്യക്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലൈംഗിക ശുദ്ധിയെ സംബന്ധിച്ചായിരുന്നു. അതായത് അദ്ദേഹം നാളുകളോളമായി അദ്ദേഹം ഒരു സ്ത്രീയെ തന്റെ കുടുംബത്തിൽപ്പെട്ട സുന്ദരിയായ ഒരു സ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടി മനസ്സാ മോഹിച്ചുകൊണ്ട് കുറെ കാലമായി അദ്ദേഹം നടക്കുകയായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടി വഴങ്ങാറില്ല. ഒരു ദിവസം ഈ സ്ത്രീക്ക് വലിയ സാമ്പത്തികമായ പരാധീനതകളും പ്രയാസങ്ങളും കൊടുമ്പിരിക്കൊണ്ട ഒരു ഘട്ടത്തിൽ ഇതേ മനുഷ്യനെ സമീപിച്ചുകൊണ്ട് കടം ചോദിക്കേണ്ടി വന്നു, വായ്പ ചോദിക്കേണ്ടി വന്നു. എന്നെ സാമ്പത്തികമായി സഹായിക്കണം, ഞാൻ വല്ലാത്ത പ്രാരാബ്ധത്തിലാണ്. ആ ഘട്ടത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞു, ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, എനിക്ക് നീ ഒന്നും തിരിച്ചു തരും വേണ്ട, ഇഷ്ടം പോലെ ഞാൻ നിനക്ക് തരാം. പക്ഷേ നാളുകളോളമായി ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മോഹമുണ്ട്, അതിന് നീ വഴങ്ങണം, എങ്കിലേ നിന്നെ സഹായിക്കാൻ പറ്റൂ. ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിന്റെയും ഗതികേടിന്റെയും അങ്ങേയറ്റത്തെ അവസ്ഥയായതുകൊണ്ട് ആ സ്ത്രീ അതിന് സമ്മതിച്ചു. അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി, രണ്ടുപേരും. ആരാരുമില്ലാത്ത സ്ഥലം, റഹ്മാനായ റബ്ബല്ലാതെ അത് കാണാനോ കേൾക്കാനോ പരിസരത്ത് ഒരാളുമില്ല. സാഹചര്യം തികച്ചും അനുകൂലമായ ഒരിടത്തവർ സമ്മേളിച്ചു. അള്ളാഹു വളരെ ഗൗരവമായി വിലക്കിയ ആ ദുഷിച്ച പ്രവർത്തനത്തിന് ഒരുങ്ങുന്ന വേളയിൽ ഈ സ്ത്രീ ഈ പുരുഷനോട് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കൂ, അള്ളാഹുവിനെ പേടിക്കൂ, അവിഹിതമായ മുദ്ര പൊട്ടിക്കരുത്, അനർഹമായത് ചെയ്തു പോകരുത്. ഒരൊറ്റ വാചകമാണ്, അധികമൊന്നും പറഞ്ഞില്ല. അള്ളാനെ പേടിക്കണം, അള്ളാനെ സൂക്ഷിക്കണം എന്നേ പറഞ്ഞുള്ളൂ. ഇദ്ദേഹം ഗുഹയിൽ വെച്ച് അത് എടുത്തു പറയാണ് റബ്ബിനോട്, റബ്ബേ ആ ഘട്ടത്തിൽ ഞാൻ കൊല്ലങ്ങളോളമായി മോഹിച്ച് നടന്നിട്ട് എന്റെ കരവലയത്തിൽ ഒതുങ്ങി കിട്ടിയ പെണ്ണാണ്. ആ അവസരത്തിൽ റബ്ബേ ആരാരും എന്നെ തടയാനും കാണാനും ഞാൻ വഷളാകാനും എന്റെ ജീവിതത്തിൽ ഒരു രൂപത്തിലുള്ള അപമാനത്തിനും ദുന്യാവിൽ ചാൻസ് ഇല്ലാതെ പരിപൂർണമായി എന്റെ കരവലയത്തിൽ ഒതുങ്ങി കിട്ടിയ നേരത്ത് റബ്ബേ നിന്നെ പേടിക്കണം, ഇത്തഖില്ലാഹ് എന്ന പെണ്ണ് പറഞ്ഞപ്പോ ഞാൻ നിന്റെ പേര് കേട്ടപ്പോ പേടിച്ചുപോയി, നിന്റെ ഓർത്തുപോയി. നീ കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, നിന്റെ കോടതിയിൽ വന്നു നിന്ന് സമാധാനം പറയണമല്ലോ എന്ന് ഞാൻ ഓർത്തിട്ട് ആ ഒരൊറ്റ പേടി കൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. അല്ലാഹുവേ നീ അറിയുന്നവനാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, എന്നിൽ നിന്ന് ആ ഇഖ്ലാസ് നീ മനസ്സിലാക്കിയവനാണല്ലോ. ആ വലിയ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, അപകടത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ഞങ്ങൾ, രക്ഷ നൽകണേ, തുറവി നൽകണേ. ആ പ്രാർത്ഥന നടന്നതിന്റെ ശേഷം അതാ പാറക്കല്ല് ഗുഹാമുഖത്ത് നിന്ന് ഒരൽപ്പം നീങ്ങുന്നു. പിന്നെ രണ്ടാമത്തെയാളും മൂന്നാമത്തെയാളും ഇതേപോലെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളെ എടുത്തു പറയുകയാണ്. പാറക്കല്ല് ഗുഹാമുഖത്ത് നിന്ന് പരിപൂർണമായി നീങ്ങുകയും അവർ പുറത്തു കിടക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്നതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന തത്വം. എന്തിനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്? ഇവിടെ കണ്ടോ, ഇൻകാന തഖിയ, തഖ്വയുള്ള ആളാണെങ്കിൽ കേൾക്കുമ്പോൾ മാറും, കേൾക്കുമ്പോൾ പേടിയുണ്ടാവും. ഇനി ഒരു തഖ്വയില്ലാത്ത ആളാണെങ്കിൽ തന്നെയും അയാളോട് തഖ്വ കൊണ്ട് ഉപദേശിക്കുമ്പോ ചിലപ്പോ ഒരു മാറ്റം ഉണ്ടാവില്ലേ?
ചിലപ്പോ ഒരു മാറ്റം ഉണ്ടാവില്ല. ഏത് തമ്മാടിക്കും എപ്പോഴാ മനസ്സ് മാറിയാന്നറിയോ? അതുകൊണ്ട് അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഒരാളോട് നമ്മൾ പറയാൻ നിൽക്കണ്ട. ഒരാളോടും ഒരാളെ കുറിച്ച് അങ്ങനെ വിചാരിക്കരുത്. അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, തമ്മാടിയാണ്, പറയാൻ പാടില്ല. അയാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയരുത്. എപ്പോഴാ ഒരു മനുഷ്യന്റെ മനസ്സ് മാറുക? സുബ്ഹാനല്ലാഹ്, എപ്പോഴാ മാറുക? പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. ജീവിതത്തിൽ എപ്പോഴാണ് മാനസികമായ പരിവർത്തനങ്ങളും തിന്മകളോട് വിട പറയാനുള്ള ആ ഒരു കൃത്യമായ മാനസികമായ അവസ്ഥയുമൊക്കെ ഒരാൾക്ക് എത്തിച്ചേരുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹുവിന്റെ കൈകളിൽ മാത്രം പരിമിതമാണ്. റബ്ബ് ഉദ്ദേശിക്കുന്നവർക്കാണ്ട് തൗഫീഖാണ് കൊടുക്കുക. അങ്ങനെയാണ് ആ തൗഫീഖ്. അപ്പൊ റബ്ബിനോട് നമ്മൾ തേടണം, അല്ലാഹുവേ എല്ലാ ഘട്ടത്തിലും തഖ്വ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എനിക്ക് കഴിയണേ. നമ്മൾ മുമ്പ് ഒരു ഖുതുബയിൽ പഠിപ്പിച്ച ഒരു ദുആയുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ. ആളുകൾക്കിടയിലാണെങ്കിലും തനിച്ചാണെങ്കിലും നിന്നെ പേടിച്ച് ജീവിക്കുവാനുള്ള ഒരു തൗഫീഖിന് ഞാൻ നിന്നോട് തേടുന്നു എന്നൊരു പ്രാർത്ഥന. അപ്പൊ സഹോദരങ്ങളെ, അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. മഹദി ഉടനെ പറയുന്നത് റബ്ബിനോട് കാവൽ ചോദിക്കുകയും അതോടൊപ്പം ഇനി അവർക്ക് ചെയ്യാനുള്ളത് എന്താണ്? വന്നയാളെ എതിരിട്ട് അയാളോട് പറയാനുള്ള കാര്യം പറയണം. രണ്ട് കാര്യവും ആ മഹദി അവിടെ പൂർത്തിയാക്കുകയാണ്. വളരെ കൃത്യമായിട്ട് അവർ ആ ഉത്ബോധനം അവിടെ നിർവഹിക്കുകയാണ്. ആ അവസരത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ പാതിവൃത്യത്തിന്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കടന്നുപോയപ്പോഴും അല്ലാഹു അതാണ് അവരെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞത്. വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ. അതുപോലെ തന്നെ വല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിനാ വജഅൽനാഹാ വബ്നഹാ ആയത്തൽ ലിൽ ആലമീൻ. അവരെ സംബന്ധിച്ച് അവരുടെ ഈ പാതിവൃത്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ കൃത്യമായി തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തി കൊണ്ടുവന്നു തരുന്നത്. ഇനി സഹോദരന്മാരെ, ആ അവസരത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായല്ലോ, ഇവര് പേടിച്ചിട്ടുണ്ട്, ഇവര് തന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിട്ടുള്ളത്, വളരെ മോശമായ രൂപത്തിലാണല്ലോ. ആ സമയത്ത് അവര് സമാധാനിപ്പിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യാ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പേടിക്കണ്ട, ഇന്നമാ അന റസൂലു റബ്ബികി, ഞാൻ നിന്നെ കുഴപ്പത്തിൽ അകപ്പെടുത്താൻ വന്നയാളല്ല, ഞാൻ നിന്നെ പ്രയാസപ്പെടുത്താൻ വന്നയാളല്ല, നിന്നെ ചതിക്കാനോ വഞ്ചിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ഒരുമ്പെട്ട് വന്നയാളല്ല, മറിച്ച് എന്നെ കുറിച്ച് മനസ്സിലാക്കണം. ഇന്നമാ അന റസൂലു റബ്ബികി, ഇന്നമാ അന റസൂലു റബ്ബികി, നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാണ് ഞാൻ. രക്ഷിതാവ് അയച്ച, നിന്നിലേക്ക് അയച്ച ദൂതനാണ് ഞാൻ. എന്തിന്? ലിയഹബ ലകി ഗുലാമൻ സകിയ്യാ, ലിയഹബ ലകി ഗുലാമൻ സകിയ്യാ, ലിയഹബ ലകി, നിനക്ക് നൽകാൻ വേണ്ടി ഗുലാമൻ സകിയ്യ, പവിത്രതയും പരിശുദ്ധിയും ഒക്കെയുള്ള ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി, ഒരു കുഞ്ഞുണ്ടെന്ന സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്നയാളാണ് ഞാൻ. ആ അവസരത്തിൽ മഹദി ഏറെ പേടിക്കുകയാണ്, അത്ഭുതപ്പെടുകയാണ്. അത്ഭുതത്തോടെ അവര് ചോദിക്കുന്നു, ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാം വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ്യാ. അവര് ചോദിക്കുന്നു, അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെ ഒരു മോനുണ്ടാകാനാണ്, എനിക്കെങ്ങനെ ഒരു സന്താനമുണ്ടാകാനാണ്. വലം യംസസ്നി ബശറുൻ, എന്നെ ഒരാളും ഇതുവരെ സ്പർശിച്ചിട്ടില്ലല്ലോ. ഹലാലായ നിലക്കൊരു കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഹലാലായ സ്പർശനം നടക്കേണ്ടത്. ഞാനൊരു ഭർത്താവുള്ള സ്ത്രീയല്ലല്ലോ, എന്നെ ഒരാളും ഇന്നുവരെ ആ നിലക്ക് സ്പർശിച്ചിട്ടില്ലല്ലോ. വലം അകു ബഗിയ്യാ, ഇനി അതല്ലെങ്കിൽ ഞാൻ വേശ്യയുമല്ലല്ലോ. സന്താനമുണ്ടാകൽ അങ്ങനെ രണ്ട് മാർഗത്തിലല്ലേ. ഒന്ന് ഹലാലായ ഭർത്താവിലൂടെ ജനിക്കും,
ഇനി അതല്ലെങ്കിൽ ഭർത്താവൊന്നുമില്ലെങ്കിലും വേശ്യകൾക്കും കുട്ടികൾ ഉണ്ടാകും. അത് രണ്ടിലും ഞാൻ പെട്ടിട്ടില്ലല്ലോ. എനിക്ക് ഭർത്താവില്ല, അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഒരു വേശ്യയുമല്ല. ലസ്തു ബിദാത്തി സൗജൻ വലാ യതസവ്വറു മിനൽ മിന്നിൽ ഫുജൂർ. അവര് കൃത്യമായിട്ട് പറയാണ്, എനിക്ക് തോന്നിവാസം പരിചയമില്ലല്ലോ, ഞാൻ അങ്ങനത്തെ ആളല്ലല്ലോ, ഞാനൊരു ഭർത്താവുള്ള ആളുമല്ലല്ലോ. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമാധാനിപ്പിക്കുന്നു. ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. ഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കദാലികി അപ്രകാരം തന്നെയാണ് കാര്യം. ഖാല റബ്ബുകി നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഹുവ അത് അലയ്യ ഹയ്യിനുൻ എനിക്കത് വളരെ നിസ്സാരമാണ്, എനിക്കത് വളരെ നിസ്സാരാണെന്ന് അല്ലാഹ് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അതിന് അള്ളാഹ് നിശ്ചയിച്ച ചില കാരണങ്ങളുണ്ട്. ഒരു സന്താനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച വിഹിതമായ മാർഗമാണ് വിവാഹത്തിലൂടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെയാണ് സന്താനം ഉണ്ടാവുക. ഇനി അതല്ലെങ്കിലോ വേശ്യകൾക്കും ഉണ്ടാകും, വ്യഭിചാരത്തിലൂടെയും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഒരു സംഗതിയും അള്ളാഹുവിന് ഒരു കാരണമൊന്നും വേണ്ട. ഒരു കാരണങ്ങളുമില്ലാതെ ഒരു കാര്യം ഉണ്ടാക്കാൻ സർവശക്തനായ റബ്ബിന് കഴിയും. അത് റബ്ബിന് മാത്രമേ കഴിയൂ, അത് റബ്ബിന് മാത്രമേ കഴിയൂ. ഇവിടെ ലോകത്ത് ആർക്ക് എന്ത് കാര്യം ഉണ്ടാകണമെങ്കിലും അതിന് കാരണങ്ങളെ സമീപിക്കണം. ആ കാരണങ്ങളെ സമീപിക്കാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് കാര്യകാരണ ബന്ധം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. എന്നാൽ ആ കാര്യമുണ്ടാകാൻ ഒരു കാരണങ്ങളും വേണ്ട. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുന്നത് കുൻ കുൻ ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടു, ഫയകൂൻ. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമല്ല. നിന്റെ രക്ഷിതാവ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യിനുൻ, അതെനിക്ക് വളരെ നിസ്സാരമാണ്, അതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. ഇനിയിപ്പോ സന്താനം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച കാരണങ്ങളെ ബന്ധപ്പെട്ടാൽ തന്നെയും സന്താനങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നുമില്ലല്ലോ. ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ സന്താനങ്ങൾ ഇല്ലാതെയുമില്ലേ. അപ്പൊ അതൊക്കെ റബ്ബാണ് തീരുമാനിക്കുന്നത്, റബ്ബാണ് സൃഷ്ടിക്കുന്നത്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നു, അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാൻ 47-ാമത്തെ ആയത്തിലും പറഞ്ഞത്, ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. കദാലിക അപ്രകാരം തന്നെയാണ് അല്ലാഹു യഖ്ലുഖു മാ യശാഉ, അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും. അതിന് കാരണമൊന്നും വേണ്ട. കാരണമൊക്കെ നമുക്കാ. ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണത്തെ സമീപിക്കലൊക്കെ സൃഷ്ടികൾക്കുള്ള കാര്യമാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണമൊന്നും വേണ്ട. എന്നാൽ അവന് മാത്രമേ അതിന് കഴിയൂ. അതാണ് ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമുക്കൊരു സഹായം തരാൻ അള്ളാഹ്ക്കല്ലാതെ ഒരാൾക്കും കഴിയൂല. ജിന്നിനും കഴിയൂല, മലക്കിനും കഴിയൂല, മനുഷ്യനും കഴിയൂല, ആർക്കും കഴിയൂല എന്ന് പറയുന്നത്. അതാണ് അഭൗതികം, അദൃശ്യം എന്നൊക്കെ പറയുന്നത്. ആ രൂപത്തിലുള്ള കഴിവാണ്. അത് റഹ്മാനായ റബ്ബിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അവനൊരു കാരണങ്ങൾ സമീപിക്കേണ്ടതില്ല. കണ്ടില്ലേ, പഴങ്ങളില്ലാത്ത കാലത്ത് പഴം കൊടുത്തു. അതുപോലെ തന്നെ ഈ ലോകത്ത് നടന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, മഹാരഥന്മാരായ അമ്പിയാക്കളിലൂടെ പ്രകടമായ മുഅ്ജിസത്തുകൾ, ഒന്നും കാരണങ്ങളില്ല. ഉദ്ദേശിക്കുന്നവനാണ് ചെയ്യണം. അപ്പൊ വളരെ ഗൗരവത്തോടുകൂടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ അറിയിച്ചു, നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല. വലിനജഅലഹു ആയത്തൽ ലിന്നാസ് വലിനജഅലഹു ആയത്തൽ ലിന്നാസി വറഹ്മതം മിന്നാ വകാന അംറൻ മഖ്ദിയാ. ആ കുട്ടിയെ, ഈ സന്താനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. വരാൻ പോകുന്ന, ജനിക്കാൻ പോകുന്ന, നിങ്ങൾ ഗർഭം ധരിച്ചു പ്രസവിക്കാൻ പോകുന്ന കുട്ടി അങ്ങനത്തെ കുട്ടിയാണ്. വലിനജഅലഹു ആയത്തൽ ലിന്നാസി, ജനങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അതിനെ നിശ്ചയിക്കുകയാണ്. അതിനെ നാം ആക്കുവാനും വേണ്ടി ആയത്തൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് ആ കുഞ്ഞ്. അത് വിശദീകരിച്ചിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഐ ദലാലത്തൻ വഅലാമത്തൻ ലിന്നാസ്, ആ ജനിക്കാൻ പോകുന്ന ഈ കുട്ടി ജനങ്ങൾക്കൊരു വലിയ ദൃഷ്ടാന്തമായിരിക്കും. എന്തിന്? അലാ ഖുദ്റത്തി ബാരിഇഹിം വഖാലിഖിഹിം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഖാലിഖും ബാരിഉമായ സൃഷ്ടാവായ റബ്ബിന്റെ ഖുദ്റത്ത് ജനങ്ങൾ അറിയാൻ,
അല്ലദീ നവ്വഅ ഫീ ഖൽഖിഹിം, ജനങ്ങളെ സൃഷ്ടിക്കുന്നതിൽ വ്യത്യസ്ത രീതി സ്വീകരിക്കാൻ അവന് കഴിവുണ്ട്. മനുഷ്യരെ പടക്കുന്നതിൽ വ്യത്യസ്ത രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് റബ്ബെന്ന് ജനങ്ങൾ പഠിക്കണം. എന്നിട്ട് മഹാനവറുകൾ വിശദീകരിക്കേണ്, ജനങ്ങൾ പഠിച്ചു വെക്കട്ടെ. ആദം നബിയെ, ആദമിനെ അല്ലാഹു തആല പടച്ചില്ലേ, മിൻ ഗൈരി ദക്കരിൻ വലാ ഉൻസാ, അവിടെ ഒരാണിൽ നിന്നുമല്ല പെണ്ണിൽ നിന്നുമല്ല, ശുദ്ധ ശൂന്യതയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ആരെ? ആദമിനെ പടച്ചത്. അള്ളാന്റെ കഴിവ് ജനങ്ങൾ അറിയട്ടെ. ആദമിനെ അള്ളാഹു പടച്ചത് എങ്ങനെയാണ്? ഒരാണിൽ നിന്നോ പെണ്ണിൽ നിന്നോ അല്ല, ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അവന്റെ കഴിവാണ്. ഇനി വഖലഖ ഹവ്വാ മിൻ ദക്കരിൻ ബിലാ ഉൻസാ, ഇനി ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചതോ മിൻ ദക്കരിൻ, ഒരു പുരുഷനിൽ നിന്നാണല്ലോ, ബിലാ ഉൻസാ, അവിടെ ഒരു സ്ത്രീ ഇല്ല. ഒരു സ്ത്രീ ഇല്ലാതെ പുരുഷനില്ലെന്ന് മാത്രമായി കൊണ്ട് ആര് ജനിക്കുന്നു? ആരെ സൃഷ്ടിക്കുന്നു? ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നു. വഖലഖ ബഖിയത ദുരിയ, മറ്റുള്ള അവരുടെ മറ്റു സന്താന പരമ്പരകളിൽപ്പെട്ട എല്ലാ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിക്കുന്നു. മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായിട്ടാണ് മറ്റുള്ള മനുഷ്യരെയൊക്കെയും അവൻ സൃഷ്ടിച്ചത്. ഇല്ലാ ഈസാ, ഈസ നബി അലൈഹിസ്സലാമിനെ ഒഴികെ. ഫഇന്നഹു ഔജദഹു മിൻ ഉൻസാ ബിലാ ദക്കരിൻ, ഈസാ നബിയെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു പെണ്ണിൽ നിന്ന് മാത്രമാണ്, ബിലാ ദക്കരിൻ, ഒരാണില്ലാതെ. ഫതമ്മത്തിൽ ഖിസ്മത്തുർ റുബാഇയത്തു ദാല്ലത്തു അലാ കമാലി ഖുദ്റതിഹി വഅളീമി സുൽത്താനിഹി ഫലാ ഇലാഹ ഗൈറഹു വലാ റബ്ബ സിവാ. അതിലൂടെ മനുഷ്യനോട് അല്ലാഹു തആല കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ നാല് വിധേനയും റബ്ബിന്റെ ഖുദ്റത്തിന്റെ ആ കമാൽ, അവന്റെ ഖുദ്റത്ത് വളരെ പരിപൂർണമാണ്, അവന്റെ അധികാരം വലിയ മഹത്തരമാണ്. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം എന്ത്? ഫലാ ഇലാഹ ഗൈറഹു വലാ റബ്ബ സിവാ, അവനല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ റബ്ബില്ല. ലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങളും ഖുദ്റത്തുകളിൽ നിന്നൊക്കെ മനുഷ്യൻ പഠിക്കേണ്ടത് എന്താണ്? റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്ത്, അവന്റെ അളമത്ത്. അല്ലാഹുവാണ് മഹാൻ, അല്ലാഹുവാണ് എല്ലാം തികഞ്ഞവൻ, റബ്ബാണ് ഏറ്റവും ഖദീർ, അവനാണ് എല്ലാത്തിനും ഖാദിർ എന്ന് മനസ്സിലാക്കണം. വെറുതെ മനസ്സിലാക്കിയാ പോരാ, അത് മനസ്സിലാക്കിയാ പിന്നെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? ആ റബ്ബിനോടല്ലാതെ പിന്നെ ആരാധന നടത്താൻ പാടില്ല, അവനോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. അവന് മാത്രമാണ് പിന്നെ ഇലാഹായിട്ട് സ്വീകരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തെളിവായിക്കൊണ്ട് മനുഷ്യൻ ഇത് മനസ്സിലാക്കണം എന്ന് ഈ ആയത്ത് വിശദീകരിച്ചപ്പോ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല. ആയത്തൽ ലിന്നാസി, ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞല്ലോ. ഇനി ആ കുഞ്ഞു മോൻ വളർന്നു വലുതാകുമ്പോ ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെയും ഇനി നടക്കാൻ പോകുന്ന വേറെ കുറെ അത്ഭുതങ്ങളുണ്ട്. അതും ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ്. കുട്ടിയുടെ ജനനം തന്നെ ദൃഷ്ടാന്തമാണ്. ശേഷമുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. അതാണ് വലിനജഅലഹു ആയത്തൽ ലിന്നാസ്, ആ കുട്ടിയെ നാം ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാക്കി നിശ്ചയിക്കുവാനും വറഹ്മതം മിന്നാ. രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താ? നമ്മുടെ പക്കൽ നിന്നുള്ള റഹ്മത്തുമാണ് എന്നാണ് ആ കുട്ടിയുടെ ജനനം. നമ്മുടെ പക്കൽ നിന്നുള്ള റഹ്മത്തുമാണ് അല്ലാഹ് പറയണേ. അതായത് വനജഅലു ഹാദൽ ഗുലാം റഹ്മത്തൻ മിനല്ലാഹ്, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള ഒരു റഹ്മത്താണത്. കാരണം നബിയ്യം മിനൽ അംബിയ, അംബിയാക്കൽപ്പെട്ട ഒരു നബിയാണ് വരാൻ പോകുന്നത്. എന്താണ് ആ നബി ചെയ്യുന്ന ഡ്യൂട്ടി? യദ്ഉ ഇലാ ഇബാദത്തില്ലാഹി തആല വ തൗഹീദിഹി, ഏകനായ അള്ളാഹനെ മാത്രം ആരാധിക്കണം. ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത്. ഏതുപോലെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ, ഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ് ദുനിയാ വൽ ആഖിറതി വമിനൽ മുഖറബീൻ ويكلم الناس في المهد وكهلا ويكلم الناس في المهد وكهلا ومن الصالحين. വളരെ കൃത്യമായി സൂറത്ത് ആല ഇംറാൻ 45-46 ആയത്തുകളിലൂടെയും ഇക്കാര്യം പറഞ്ഞു. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വങ്ങൾ അവിടെ പറഞ്ഞത്. ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രാമുഖ്യമുള്ള നേതാവ്, അല്ലാഹുവിനോട് വളരെ അടുപ്പമുള്ള നേതാവ്, ജനങ്ങളോട് തൊട്ടിലിളിച്ചും അതുപോലെ തന്നെ വയോവാർദ്ധക്യത്തിലും യുവാവായിരിക്കുകയും എല്ലാം ജനങ്ങളോട് ദീന് പറഞ്ഞ തൗഹീദിലേക്ക് ക്ഷണിച്ച സച്ചരിതരായ ആളുകളിൽപ്പെട്ട എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചു പറഞ്ഞ ആ മോനാണ് വരാൻ പോകുന്നത്.
വറഹ്മത്തം മിന്നാ, റഹ്മത്താണത് മുഖേന. ആ കുട്ടിയോട് ചെയ്ത റഹ്മത്താണ്, കുട്ടിയുടെ മാതാവിനോടും ചെയ്ത റഹ്മത്താണ്, ജനങ്ങളോടും ചെയ്ത റഹ്മത്താണ്. ആ കുട്ടിക്ക് വലിയ സ്ഥാനം കൊടുത്തത് കുട്ടിയോട് ചെയ്ത കാരുണ്യം ഉലുൽ അസ്മുകളിലാണ് അറിയപ്പെട്ടത്. മഹാരഥന്മാരായ ഉലുൽ അസ്മുകളായ സുദൃഢ, ഏറ്റവും ദൃഢമായ മനസ്സിന്റെ ഉടമകൾ എന്നറിയപ്പെടുന്ന മഹാരഥന്മാരിലാണ് ആരെണ്ണപ്പെടുന്നത്? ഈസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മുകളിൽ ആണ് എണ്ണപ്പെടുന്നത്. അള്ളാഹു ആ ഈസാ നബി അലൈഹിസ്സലാമിനോട് ചെയ്ത കാരുണ്യമാണത്. വഹി കൊടുത്തു, നുബുവത്ത് കൊടുത്തു, വമ്പിച്ച സ്ഥാനപദവി കൊടുത്തു. ഇനി മാതാവിനോട് ചെയ്ത കാരുണ്യം എന്താണ്? ഈ കുഞ്ഞിന്റെ ജനനത്തിലൂടെ ആ മാതാവിന്റെ പ്രശസ്തി 10 മടങ്ങ് ശക്തമായി വർദ്ധിച്ചു. അവർക്ക് അഭിമാനമായി താൻ ജന്മം നൽകിയ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ മഹത്വം, ആ കുഞ്ഞിന്റെ പരിശുദ്ധി, ആ കുഞ്ഞിന്റെ പവിത്രത, അതെന്തായാലും ഒരു മാതാവിന് വലിയ രൂപത്തിലുള്ള അഭിമാനത്തിന് വക തന്നെയല്ലേ. അതാ അവർക്കും അത് റഹ്മത്തായി. അതുപോലെ തന്നെ വഅമ്മാ റഹ്മത്തുഹു ബിന്നാസ്, ജനങ്ങൾക്കുണ്ടായ കാരുണ്യം എന്താണ്? അവരിലേക്ക് റസൂലിനെ അയച്ചു. ആ റസൂൽ അവർക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, കാരുണ്യത്തിന്റെ വശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, രക്ഷയുടെ മാർഗങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. വളരെ കൃത്യമായി ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പ്രയോജനം ലഭ്യമാകുന്നു. ആ നബി കാണിച്ചു കൊടുത്ത പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോ അതിന്റെ ശേഷം ആ പ്രവാചകൻ തന്നെയാണ് മുബശ്ശിറൻ ബിറസൂലിൻ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന പേരുള്ള മഹാരഥനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാനും ഭാഗ്യം കിട്ടിയ മഹാരഥനായ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു റഹ്മത്ത് തന്നെയായിരുന്നു. വകാന അംറൻ മഖ്ദിയാ, തുടർന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ ഇങ്ങനെ ഈസ ജനിക്കണം എന്നുള്ളത്, ഈ ഒരു സ്ഥിതിയിലായിരിക്കും ജനനമെന്നതും, ഈ കാര്യങ്ങളൊക്കെ അംറം മഖ്ദിയ, അംറം മഖ്ദിയ, അത് തീരുമാനിക്കപ്പെട്ട സംഗതിയാണ്. അത് തീരുമാനിക്കപ്പെട്ട സംഗതിയാണ്. ഇനി അത് നടക്കാതിരിക്കൂല. അത് അള്ളാഹു തീരുമാനിച്ച സംഗതിയാണ്. മഹദിയോട് പറഞ്ഞ വാക്കുകൾ അതൊക്കെ. അന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ അങ്ങനെയൊക്കെ ഇത് സംഭവിക്കും. അങ്ങനെ അവരിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ റബ്ബ് റൂഹ് ഊതുകയാണ്. ഇത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഫദക്കറ ഗൈറു വാഹിദിൻ മിൻ ഉലമാഇസ് സലഫ്, മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഘട്ടത്തിൽ അവരുടെ കുപ്പായ മാറിലൂടെ ഒരു ഊത്തൂതുകയുണ്ടായി. ആ ഊത്ത് ഇറങ്ങി ആ നിലക്ക് അവരുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവർ ഗർഭധാരണം നടക്കുകയാണ്. അള്ളാഹുവിന്റെ അത്ഭുതകരമായ കാര്യം എന്ന നിലക്ക് അവരുടെ ഗർഭധാരണം നടക്കുകയാണ്. റബ്ബിന്റെ പ്രത്യേകമായ അനുഗ്രഹം, പ്രത്യേകമായ തൗഫീഖ്. അവര് ഗർഭവതിയായ അവസരത്തിൽ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ്യാ, ഫഹമലതുഹു, അങ്ങനെ അവൾ അവനെ ഗർഭം ധരിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവി ഗർഭം ധരിച്ചു. അത്ഭുതകരമായ നിലക്ക് അവര് ഗർഭിണിയായി. ആ ഘട്ടത്തിൽ അവരുടെ മനസ്സിന് പിടികൂടുന്ന വേദനയും ബേജാറും പ്രയാസങ്ങളും. ഫന്തബദത് ബിഹി മകാനൻ ഖസിയ്യാ, എന്നിട്ട് അവൾ അതുമായി ഒരു ദൂരപ്പെട്ട സ്ഥലത്ത് വിട്ടുമാറി താമസിക്കാൻ പോയി. ഉറപ്പാണല്ലോ ജനങ്ങൾ ഈ പറയുന്നതൊന്നും അംഗീകരിക്കൂല. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അത് ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവോ? ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവോ? ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ ഗർഭം ധരിച്ചു, എന്താ നീ ചെയ്യുന്ന? ആരോടാ ഞാൻ പറയാ? എന്താണ് എന്റെ അവസ്ഥ? എന്തായിരിക്കും ആ മാനസികമായ അവസ്ഥ? നിങ്ങൾ നോക്കൂ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പുരുഷ സ്പർശമേൽക്കാത്ത, പാതിവൃത്യത്തിന്റെ അങ്ങേയറ്റത്തുള്ള ജീവിതം നയിച്ച് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ പരിശുദ്ധരായ ആളുകളുടെ ശിക്ഷണത്തിൽ വളർന്ന് വളരെ കൃത്യമായി ആബിദത്തായി യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയ, അഥവാ കൃത്യമായ ഇബാദത്തുകളിൽ മുഴുകിയ, ഇന്നല്ലാഹു അസ്തഫാകി വതഖറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ലോകത്തുള്ള കാലഘട്ടം വരെ വന്നിട്ടുള്ള സകല സ്ത്രീകളെക്കാളും അത്യുന്നതമായ പദവി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകമായ നിലക്കുള്ള മഹത്വം നൽകപ്പെട്ട ആ മഹദിക്ക് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോ ഇതൊക്കെ മനസ്സിലാക്കിയ ജനങ്ങൾ ഇനി ഇത് കാണുമ്പോ നേരെ മറിച്ചല്ലേ പറയാ? സ്വാഭാവികമാണല്ലോ ആ മനസ്സിന്റെ വിഷമം.
ആ പ്രയാസം. അതുകൊണ്ട് തന്നെ എന്തു പറയാൻ കഴിയൂല. അതുകൊണ്ട് ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, ഗർഭവതിയായി എന്നറിഞ്ഞപ്പോ ഇപ്പൊ താമസിക്കുന്ന ആ സ്ഥലത്തിനൊന്നും ആരും കാണാത്ത ദൂരമായ ഒരു സ്ഥലത്ത് പോയിട്ട്, ആളുകളിൽ നിന്നെല്ലാം മറഞ്ഞ് ആരും കാണാത്ത ഒറ്റക്കൊരു സ്ഥലത്ത് പോയിട്ട് അവർ വിട്ടുമാറി താമസിച്ചു. അതാണ് മകാനൻ ഖസിയ. ഖസിയ, ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവർ വിട്ടുമാറി താമസിച്ചു. സാധാരണഗതിയിലുള്ള ഗർഭകാലം തന്നെയാണ് അവർ ആ കാലഘട്ടത്തിൽ കഴിച്ചുകൂട്ടിയത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത്. അങ്ങനെ അവർ പ്രയാസത്തോടുകൂടെ അവർ ഒറ്റക്ക് ഇങ്ങനെ ജീവിക്കുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കില്ലല്ലോ, എന്ത് ചെയ്യും ഇനി, ഞാൻ എന്ത് ചെയ്യും? فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا فأجاءها المخاض إلى جذع النخلة. അള്ളാഹു പറയാണ്, ഇതൊക്കെ മറിയം ബീവിയുടെ അതേ പേരിലുള്ള അധ്യായത്തിലാണ്, സൂറത്ത് മറിയം. ഫഅജാഅഹ അൽ-മഖാദു, പ്രസവവേദന അവരെ എത്തിച്ചു. എങ്ങോട്ട് എത്തിച്ചു? അവരെ കൊണ്ടുവന്നു ഇലാ ജിദ്ഇൻ നഖ്ല, ഈത്തപ്പന മരത്തിന്റെ അടുക്കലേക്ക്. വേദന ഇളകിയപ്പോ വല്ലാത്ത വേദന അനുഭവിക്കാൻ തുടങ്ങി, പ്രസവത്തോട് അടുത്തു തുടങ്ങി. ഏതാണ്ട് ഗർഭം പൂർത്തിയായി പ്രസവത്തോട് അടുത്തു തുടങ്ങിയപ്പോ പ്രസവവേദന അവരെ അലട്ടുകയാണ്. ആ സമയത്ത് തൊട്ടടുത്ത് കാണുന്ന, അവരൊഴിഞ്ഞാരുമില്ലാത്ത ദൂരത്ത് താമസിക്കുന്ന അവിടെ ഒരു ഈത്തപ്പനുണ്ട്. ആ ഈത്തപ്പനയിലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈത്തപ്പനയിലേക്ക് ചാരി ഇരുന്നിട്ടും മനസ്സിന്റെ നൊമ്പരം, മനസ്സിന്റെ വേദന, അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ആ വിഷമം റഹ്മാനായ റബ്ബിനോട് വീണ്ടും പറയാണ്. അവിടെ വെച്ച് പറയാണ്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. ഖാലത്ത്, അവര് പറയാൻ തുടങ്ങി, അവരുടെ വേദന പുറത്തു വരികയാണ്. അവര് പറയാൻ തുടങ്ങി, യാ ലൈതനി, ഞാനായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, മിത്തു ഖബ്ല ഹാദാ, ഇത് സംഭവിക്കുന്നതിന്റെ മുമ്പേ ഞാനങ്ങ് മരിച്ചുപോയെങ്കിൽ. ഇനിയിപ്പോ പ്രസവമാണല്ലോ നടക്കുക, കുട്ടിയാണല്ലോ ഉണ്ടാവും, ഇത് നടക്കണേന്റെ മുമ്പ് ഞാനാണ് മരിച്ചെങ്കിൽ, ഞാൻ മരിച്ചുപോയെങ്കിൽ എന്നവരാഗ്രഹിക്കുകയാണ്. വകുന്തു നസിയം മൻസിയാ, ആർക്കും ഓർമ്മയില്ലാത്ത ഒരു പെണ്ണായിട്ട്, അഥവാ എല്ലാവരാലും തീരെ വിസ്മരിക്കപ്പെട്ടു പോയ ഒരാളായി തീരുകയും ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവര് മനസ്സിന്റെ വിഷമം ഇങ്ങനെ പറയാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മഹദി മരണത്തെ കൊതിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ചില തത്വങ്ങളുണ്ട്. അതെന്താണ്? അവർ മരണത്തെ ആശിക്കുകയാണല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ നമ്മൾ പഠിച്ച ഇസ്ലാമിന്റെ തത്വം എന്താണ്? ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിദുർരിൻ നസല ബിഹി ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിക്കരുത്, നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിച്ചു പോകരുത്. ലിദുർരിൻ നസല ബിഹി, തനിക്ക് ബാധിച്ച ഒരു ദുർറ് കാരണത്താൽ നിങ്ങൾ മരണത്തെ കൊതിക്കരുത്. ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ, അങ്ങനെ കൊതിക്കാതെ കഴിയൂല, അത്രയും പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും ഫൽയഖുൽ, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി, എനിക്ക് ഹയാത്താണ്, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ അല്ലാഹുവേ നീ എന്നെ ജീവിപ്പിച്ചാലും, അതല്ല വതവഫനി, നീ എന്നെ മരിപ്പിച്ചാലും, ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ. ഇതാണല്ലോ പറയാൻ പഠിപ്പിച്ചത്. അതിപ്പോ ഇതിനെതിരല്ലേ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും. അതുപോലെ വേറെയും ഹദീസിലുണ്ട്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത വലാ യദഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു അന്നഹു ഇദാ മാത അഹദുകും മിൻ ഖത അമലുഹു വഇന്നഹു ലാ യസീദുൽ മുഅ്മിനു ഉംറുഹു ഇല്ലാ ഖൈറാ. അവിടുന്ന് പഠിപ്പിച്ചു, നിങ്ങളിൽ ഒരാളും മരണത്തെ മോഹിച്ചു പോകരുത്, അത് വരുന്നതിന്റെ മുമ്പേ അത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. കാരണം നിങ്ങളിൽ ഒരാൾ മരിച്ചുപോയാൽ പിന്നെ അമൽ ചെയ്യാനുള്ള അവസരം പോയില്ലേ.
മരിച്ചാ പിന്നെ അമല് ചെയ്യാനുള്ള അവസരം പോയില്ലേ, അമല് മുറിഞ്ഞു പോയില്ലേ. അതുകൊണ്ട് ഒരു മുഅ്മിനിന് വൈനഹു ലാ യസീദുൽ മുഅ്മിനു ഉംറുഹു ഇല്ലാ ഖൈറാ, ഒരു മുഅ്മിനിന് ആയുസ് കിട്ടുന്നത് ഖൈറല്ലാതെ അവന് വർദ്ധിപ്പിക്കൂലല്ലോ, അവന് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാമല്ലോ. വേറെ റിപ്പോർട്ടിൽ കാണാം, ലാ യതമന്ന അഹദുകുൽ മൗത ഇമ്മാ മുഹ്സിനൻ ഫലഹു അൻ യസ്ദാദ ഖൈറാ വ ഇമ്മാ മുസീഅൻ ഫലഅല്ലഹു അൻ യസ്തഅതബ. നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിച്ചു പോകരുത്. നല്ല വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഇനിയും നന്മ ചെയ്യാനുള്ള ചാൻസ് അല്ലേ അധികരിച്ച് കിട്ടുന്നത്, ഇനിയും ജീവിക്കുകയാണെങ്കിൽ. ഇനി അതല്ല തെമ്മാടിയാണെങ്കിൽ തന്നെയും ഖേദിച്ചു മടങ്ങാനും റബ്ബിന്റെ തൃപ്തി തേടാനും ഇനിയും അവസരമുണ്ടല്ലോ. മരിച്ചാ പിന്നെ അതൊക്കെ തീരല്ലേ. അതുകൊണ്ട് അങ്ങനെ ദുനിയാവിൽ നിങ്ങൾ അങ്ങനെ ആപത്ത് വരുമ്പോ മരണത്തെ കൊതിച്ചു പോകരുത്. ഇത് നമ്മുടെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാവും. ഇത് പണ്ഡിതന്മാര് ഈ ആയത്ത് വിശദീകരിച്ചപ്പോ ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണല്ലോ, ഇസ്ലാമികമായ അധ്യാപനം ഇങ്ങനെയാണല്ലോ. അപ്പൊ എന്താണ് അതും ഇതും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടോ? അത് പറയുന്നിടത്ത് മഹാരഥന്മാരായ പല പണ്ഡിതന്മാരും, ഉദാഹരണം ഒന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അത്തദ്കിറ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ചുള്ള ചർച്ച വിശാലമായി നടത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. മറിയം അലൈഹിസ്സലാം, മറിയം ബീവി ഫഇന്നമാ തമന്നത്തിൽ മൗത ലിവജ്ഹൈൻ, രണ്ട് കാരണങ്ങളാലാണ് അവർ മരണത്തെ ആഗ്രഹിച്ചത്. ഒന്ന് അവരെ കുറിച്ച് ജനങ്ങൾ അവരുടെ ദീന് തകരാൻ പോവുകയാണ്, അവരുടെ ദീനിൽ ഫസാദ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ദീനിൽ ഒരു പരീക്ഷണം എനിക്കിനി വരുമ്പോ അതുകൊണ്ട് അപമാനിതയായി പോകാൻ പോകുന്ന ഒരു ദുരന്തത്തിലേക്ക് ഞാൻ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ദീനിൽ വരുന്ന ഫസാദ് ഓർത്തിട്ട് അവര് മരണത്തെ ആഗ്രഹിച്ചു. തന്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്കും ഇത് മുഖേന ഫിത്നയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതെന്താ? ജനങ്ങൾ എന്തായാലും എന്റെ പേരിൽ എന്താരോപിക്കും? വ്യഭിചാര കുറ്റം പറയും. സംഗതി അതല്ലതാണ്. അപ്പൊ അതിലൂടെ അവരുടെ ദീനും ഫിത്നയിലാകും. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തഖൂമുസ് സാഅതു ഹത്താ യമറ റജുലു ബിഖബരി റജുലി ഫയഖൂലു യാ ലൈതനി മകാനഹു. അന്ത്യനാൾ സംഭവിക്കുകയില്ല ഒരാൾ മറ്റൊരാളുടെ ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുന്നത് വരെ. ആ കാലഘട്ടം വരുന്ന ഘട്ടത്തിൽ ദീനിൽ വലിയ ഫിത്നകൾ പടർന്നു പിടിച്ച് ദീനിയായിട്ട് താൻ നശിച്ചു പോകും എന്ന് വരുന്ന ഫിത്നകൾ വളരെയേറെ വർദ്ധിക്കുന്ന ഒരു കാലം വരുമ്പോ അന്നൊരു ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുന്ന മനുഷ്യൻ അന്ന് പറയും, യാ ലൈതനി മകാനഹു, ഇയാളുടെ സ്ഥാനത്ത് ഞാൻ എത്തിയിരുന്നെങ്കിൽ, മരിച്ചിരുന്നെങ്കിൽ എന്ന് പറയും. എന്താ കാരണം? ദീന് ഫിത്നയിൽ അകപ്പെടുകയാണ്. അപ്പൊ ഫിത്നയുടെ കാര്യം വന്നിടത്ത് ഇവിടെ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ജനങ്ങൾക്ക് ദുന്യാവിലുള്ള ഫിത്നയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുന്യാവിലുള്ള ആപത്ത്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ശാരീരികമായിട്ട് രോഗം വരെയാണ്, സാമ്പത്തികമായി നഷ്ടം വരെയുണ്ട്. അതുകൊണ്ടൊക്കെ ഒരു മനുഷ്യന് പുണ്യം കിട്ടുള്ളൂ. ശാരീരികമായിട്ട് പ്രയാസമാണ്, അത് വന്നതിന്റെ പേരിൽ ഒരാൾ മരണം ആഗ്രഹിക്കാൻ പാടില്ല. സാമ്പത്തികമായിട്ട് ആകെ തകർന്നു പോയി, അതിന്റെയും പേരിൽ മരണം കൊതിക്കാൻ പാടില്ല. എന്നാൽ ദീന് നശിച്ചു പോകും, ഇനി മുന്നോട്ട് പോയാൽ എന്റെ ദീൻ അപകടത്തിലാകും എന്ന് വരുന്ന ഘട്ടത്തിൽ മരണത്തെ കൊതിക്കാം എന്നാണ് ഈ വിഷയത്തിന് പണ്ഡിതന്മാര് നൽകിയ മറുപടി. ദീന് തകരുന്ന ഒരു ഫിത്നയിലേക്കപ്പെടുന്ന ഒരു അവസരം വരുമ്പോ മരണത്തെ കൊതിക്കാവുന്നതാണ്, ജായിസാണ് എന്ന് മഹാന്മാരായ ആളുകളുടെയൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ കാണാം. اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين وإذا أردت في الناس فتنة فاقبضني إليك غير مفتون. അല്ലാഹുവേ, നിന്നോട് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ചോദിക്കുന്നു, വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള തൗഫീക്കും നിന്നോട് ഞാൻ തേടുന്നു. നല്ലവരായ അഥവാ മിസ്കീന്മാരായ അഗതികളെ സ്നേഹിക്കുവാനുള്ള മാനസികാവസ്ഥയും നിന്നോട് ഞാൻ തേടുന്നു. ഇനി ജനങ്ങളിൽ ഫിത്ന നീ ഉദ്ദേശിക്കുമ്പോൾ ആ ദീനിയായ ഫിത്നയിൽ ഞാൻ അകപ്പെടുന്നതിന്റെ മുമ്പ് നീ എന്നെ അങ്ങ് പിടിച്ചോളണേ. ആ പ്രാർത്ഥന അത് നമുക്ക് സഹിയായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവിടെ ദീനിന്റെ ഫിത്ന, ദീന് നശിക്കും, മുസ്ലിമാവൂല, കഫറാവുന്ന ഒരവസ്ഥയിലേക്കാണ്. അങ്ങനത്തെ ഘട്ടത്തിൽ ഇത് അങ്ങനെ പറയാം, അത് ജായിസാണ് എന്ന് പറയണം.
മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണാം, അല്ലാഹുവേ, എന്റെ ഖുവ്വത്തും എന്റെ ശക്തിയും ഒക്കെ നശിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്, എന്റെ പ്രായം അധികമായി തുടങ്ങിയിട്ടുണ്ട്, എന്റെ പ്രജകളാണെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്റെ പ്രജകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ ദീനിയായ എന്റെ കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ട് രാജ്യം ഭരിച്ച ഒരു കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാത്ത ഒരു അവതാളത്തിൽ എന്റെ ദീന് നശിച്ചു പോകുന്ന ഒരു ദുരന്തം വരുന്നതിന്റെ മുമ്പ് നീ എന്നെ അങ്ങ് എടുത്തോളണം, നീ എന്നെ അങ്ങ് നിന്നിലേക്ക് വിളിച്ചോളണം എന്ന മഹാനവറുകൾ പ്രാർത്ഥിച്ചു എന്ന് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ചരിത്രം രേഖപ്പെടുത്തുന്നത് ആ പ്രാർത്ഥന നിർവഹിച്ചു ഒരു മാസം പിന്നിട്ടില്ല മഹാരഥനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായി എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് ശരിയായ പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ നമുക്കിത് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സഹോദരന്മാരെ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലും പറഞ്ഞ കാര്യത്തിന്റെ ചുരുക്കം ഇത് തന്നെയാണ്. ഈ സംഭവം പറഞ്ഞിട്ട് ഞാൻ മരിച്ചുപോയെങ്കിൽ എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹും പറഞ്ഞു, ഫീഹി ദലീലുൻ അലാ ജവാസി തമന്നിൽ മൗതി ഇൻദൽ ഫിത്ന. മതപരമായ രംഗത്ത്, ആദർശ രംഗത്ത് താൻ കാഫിറായി പോകും, അതല്ലെങ്കിൽ തന്റേതായ ദീന് നശിച്ച് പരലോക നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും എന്ന് ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനൊന്നും വകുപ്പില്ല. മരണത്തെ ഇങ്ങനെ അയാൾക്ക് ആഗ്രഹിക്കാം. ഫൈന അറഫത്ത്, കാരണം ആ മഹദി മനസ്സിലാക്കി അന്നഹാ സതുബ്തലാ വതുംതഹൻ ബിഹാദൽ മൗലൂദ് അല്ലദി ലാ യഹ്മലു الناس അംറഹാ ഫീഹി അലാ السداد ولا يصدقونها في خبرها وبعدما كانت عندهم عابدة ناسكة تصبح عندهم فيما يظنون به عاهرة زانية. ഇതുവരെ ആളുകൾ അവർക്കിടയിൽ ഏറ്റവും പരിശുദ്ധയും പവിത്രതയുമുള്ള ഒരു ആബിദത്തായ റബ്ബിനെ ആരാധിക്കുന്ന പവിത്രയായ ഒരാളായി അറിയപ്പെട്ട ശേഷം ഇനി ആരായിട്ടാണ് ഞാൻ അറിയപ്പെടാൻ പോകുന്നത്, ഇനി ആരായിട്ടാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെടാൻ പോകുന്നത്? ആ വിഷമമാണ് അവരെ കൊണ്ട് അങ്ങനെ അത്തരം ഘട്ടം വരുമ്പോ, അങ്ങനത്തെ ഒരവസ്ഥ വരുന്നതിന്റെ മുമ്പ് എന്നെ മരിപ്പിക്കണേ എന്നവർ പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉത്തരം കൊടുത്തു, അവർക്ക് മറുപടി കൊടുത്തു. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിതു അലൈകി റുതബൻ ജനിയ ഫകുലി വശ്റബി വഖർരി ഐനാ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി إني نذرت للرحمن صوما فلن نكلم اليوم إنسيا. അത്ഭുതം നടക്കുകയാണ് അവിടെ. ഫനാദാഹാ മിൻ തഹ്തിഹാ, ആ സമയത്ത്, ആ പ്രസവം നടന്നല്ലോ, ഈ സമയത്ത് ആ കുട്ടി ഉടനെ തന്നെ സംസാരിച്ച്, ഇവിടെ മിൻ തഹ്തിഹാ അവരുടെ താഴ്ഭാഗത്ത് നിന്ന് അവരെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, താഴ്വരയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ വിളിച്ചു പറഞ്ഞു. രണ്ടാമത്തെ വ്യാഖ്യാനം, കുഞ്ഞ് തന്നെ വിളിച്ചു പറഞ്ഞു. കാരണം ആ കുഞ്ഞ് പറന്ന ഉടനെ ഇനിയും സംസാരിക്കാനുണ്ട്, തൊട്ടിലിട്ട് സംസാരിക്കണം, അതിന്റെ മുമ്പ് സംസാരിക്കാലോ. അതുകൊണ്ട് അത്ഭുതകരമായ സംസാരം നടക്കുന്ന കുട്ടിയാണ്. കുഞ്ഞ് തന്നെയും വിളിച്ചു പറഞ്ഞു, അല്ലാ തഹ്സനീ, മാ, വേദനിക്കണ്ട, സങ്കടപ്പെടണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, ഖദ് ജഅല റബ്ബുകി, തന്റെ രക്ഷിതാവ്, തഹ്തകി, നിന്റെ കീഴിൽ, സരിയ, സരിയ, രണ്ട് വ്യാഖ്യാനം അവിടെ. ഒരു മഹാനാണ് വരാൻ പോകുന്നത്, ഒരു മഹാനാണ്, ഒരു മഹാൻ. മറ്റൊരു വ്യാഖ്യാനം സരിയൻ, ഒരു നദി, ജലാശയം ഒഴുകുന്നുണ്ട് നിങ്ങൾക്ക് കീഴേ. പേടിക്കണ്ട, പേടിക്കണ്ട. കാരണം വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, വഹുസ്സി ഇലൈകി, നിന്നിലേക്ക് പിടിച്ച് കുലുക്കിക്കോളൂ, ബിജിദ്ഇൻ നഖ്ല, ഈത്തപ്പനത്തടി, ഉണങ്ങിയ ഈത്തപ്പനയാണ്, അയിമ കായികനികൾ ഒന്നുമില്ല. പക്ഷെ അത് അള്ളാഹ്ക്ക് വേണേ ഇങ്ങനെ നേരെ താഴ്ത്തിയിട്ടും കൊടുക്കാലോ, റബ്ബിനെന്തും ചെയ്യാം. പക്ഷെ ഒരു കാരണത്തെ സമീപിക്കാൻ അവിടെ പറയണത് അതൊന്ന് പിടിച്ചു കുലുക്കണം. പഴം അല്ലാഹു അതിൽ നിക്ഷേപിക്കുകയാണ്, ആ പഴം അവർക്ക് വീഴ്ത്തി കൊടുക്കുകയാണ്. ഈത്തപ്പനത്തടി പിടിച്ചു കുലുക്കുക.
തുസാഖിതു അലൈകി റുതബൻ ജനിയ, നല്ല പഴുത്ത പാകമായ ഫ്രഷ് ഈത്തപ്പഴം അത് നിങ്ങൾക്ക് വീഴ്ത്തിത്തരും. ഫകുലി വശ്റബി വഖർരി ഐനാ, അങ്ങനെ നീ ഭക്ഷിച്ചോളൂ. വശ്റബി, കുടിക്കുകയും ചെയ്തോളൂ. വഖർരി ഐനാ, കണ്ണിന് കുളിർമ വരുത്തിക്കോളൂ. വെള്ളം കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ, കുഞ്ഞിനെ നോക്കി കണ്ണിന് കുളിർമ വന്നോളൂ. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ, ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെ കാണുന്ന പക്ഷം ഫഖൂലി, അവരോട് പറഞ്ഞേക്കണം, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ, റഹ്മാനായ റബ്ബിന് വേണ്ടി ഞാൻ മൗനവ്രതം, ഞാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, അന്ന് വ്രതം നോൽക്കുന്നതിന്റെ കൂടെ തന്നെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. അതുകൊണ്ട് ഞാൻ വ്രതം നേർന്നിരിക്കുന്നു. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, ഇന്ന് ഞാൻ ഒരാളോടും സംസാരിക്കുകയില്ല, മിണ്ടുകയില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്ഭുതകരങ്ങളായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ വലിയ സംഭവങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. ചരിത്രങ്ങൾ നമ്മൾ കൃത്യമായി വിശുദ്ധ ഖുർആനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ച ആ കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം, അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ അറിയേണ്ട കഥകളാണ്. പരിശുദ്ധ ഖുർആൻ അമ്പിയാക്കളുടെയും എല്ലാവരുടെയും ചരിത്രങ്ങൾ നമുക്കറിയാനുള്ളതാണ്. നമുക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് ആത്മധൈര്യത്തിനും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയിൽ തന്നെ ഉറച്ചു മുന്നോട്ട് നീങ്ങുവാൻ എല്ലാ തൗഫീക്കുകളും നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.